എനിക്ക് വന്ന ഒരു മാനനഷ്ടവും ആ ഒരു ഇതും എന്തായാലും മാറത്തില്ല. അപ്പം സത്യാവസ്ഥ എന്തുവാണെന്നുള്ളത് നാട്ടുകാരെ അറിയിക്കണം. ഞാൻ കണ്ടത് ഞാൻ എങ്ങനെയാണ് ചോദിച്ചതെന്നുള്ളതും ഞാൻ കണ്ടത് മോശകരമായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടിട്ടുമാണ് ഞാൻ കയറി ചോദിച്ചത്. സത്യം ടാർസൂസ് എവിടെയും പറയും. അത് ഈ വീഡിയോക്കകത്ത് പറയുന്നില്ല. ഈ വീഡിയോ ആള് ഓപ്പൺ ചെയ്ത് തുടങ്ങിയത് ആള് വീഡിയോ ഓൺ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അത്രയും റഷ് ആയിട്ടൊരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ നടന്നത്. പിന്നെ അത് ശീലമായിക്കോളും. ആള് മര്യാദയ്ക്ക് എന്നോട് സംസാരിച്ച് നോർമലായിട്ട് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അത്രയും ഒരു റഷ് ആയിട്ടുള്ള രീതിക്ക് നിക്കത്തില്ലായിരുന്നു. ഒരു ഞാൻ എല്ലാം തുറന്നു പറയുന്ന ദേഷ്യമുള്ള ഭാവത്തിൽ നിക്കത്തില്ലായിരുന്നു സംസാരിക്കാൻ. ആള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ വണ്ടി ഇവിടുന്ന് മാറ്റൂ എന്നുള്ള രീതിക്ക് ഞാൻ സംസാരിച്ചു. ഒന്നെങ്കിൽ അത് ഇവിടെ വെച്ച് സംസാരിച്ച് സോൾവ് ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ആപ്പാട് 3 വരെ ഉള്ളായിരുന്ന സമയത്ത് ആളിത് വീഡിയോ ഓൺ ചെയ്ത് സോഷ്യൽ മീഡിയ മൊത്തവും വൈറലാക്കി സദാചാരം മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്ന രീതിക്കായി ഇപ്പം. മൊത്തം കാണിച്ചും കൂടാഞ്ഞിട്ട് ഇല്ലാത്തത് പറഞ്ഞ് എന്റെ വ്യക്തിഹത്യം ചെയ്ത് ഞാനെന്തോ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സദാചാരം ഒന്നും പറഞ്ഞുകൊണ്ട് ഉടനെ അങ്ങ് പോസ്റ്റ് ചെയ്തിട്ടില്ല. സത്യാവസ്ഥ എന്തുവാന്ന് നാട്ടുകാർ അറിയണം. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. വൈഫാണ്, ഞങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെന്നുള്ളത് അവരെന്നോട് പറഞ്ഞില്ല. അതപ്പോ ആരാണേലും അങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അവരാണ് പറയേണ്ടത് വൈഫാണ് ഹസ്ബൻഡ് ആണ് ഇന്നതുപോലെ കാര്യങ്ങളാണെന്നുള്ളത് അവര് പറയണമായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. സ്വയം വരുത്തി വെച്ചല്ലേ എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. അപ്പൊ ഞാൻ ഇതിനകത്ത് കണ്ട കാര്യം എന്തായാലും മോശകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കത് പൊതുവേ പറയാൻ എനിക്ക് ഒരു ഇതുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പറയാത്തത്. പക്ഷെ അത്രയും മോശകരമായിട്ടുള്ള ഒരു കാര്യം കണ്ടിട്ടാണ് ഞാൻ ചെന്ന് റിയാക്ട് ചെയ്ത് ചോദിച്ചത്. നന്നായിട്ടുണ്ട്. ഈ തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എൻ്റെ പേര് തോമസ് പി മത്തി, ഈ വാർഡിലെ കൗൺസിലറാണ്. 2 ഉത്തരാടത്തിന്റെ അന്നാണെന്ന് തോന്നുന്നു ഈ നെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും അതിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വ്യാപകമായ നടപടികളിലേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കുന്ന കാര്യം തന്നെയല്ല. അത്രയും വേണം കുറച്ച് കടുപ്പങ്ങൾക്കൊക്കെ നാണമില്ലേ? താൻ ഈ പറയുന്ന ഇടയ്ക്കൊക്കെ റെക്കോർഡ് ചെയ്ത് താൻ ഒന്ന് കേട്ടു നോക്ക്. നമുക്ക് എന്റെ മോന്റെ കുഞ്ഞ് ഈ പ്രായത്തിൽ തന്നെ ഉള്ളതുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ നടക്കുന്നത് മൊത്തം ഇത് തന്നെ. ഈ വഴി മൊത്തം മോശമായ വഴിയാ. ഈ കനാലിന്റെ അവിടെ ഇങ്ങനെ കാറ് കൊണ്ടിടുക, ഇതിനകത്ത് നടക്കുന്നതൊക്കെ വേറെ. ഒരു 7-7 അയ്യോ നാക്കി കുരുവരണ വർത്താനൊന്നും പറയാ. അതെ ഞങ്ങൾ ചോറ് തന്നെ ഇതിന്റെ താഴെ തന്നെയാ. നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ എല്ലാം താമസം. ഞങ്ങളെല്ലാം അയൽക്കാർ തന്നെയാ, വേറെ ദൂരെ ഉള്ളവരൊന്നും ആരും അല്ല. അപ്പോഴേ ഈ എന്നും കാണുന്ന വിവരമില്ലാത്തവന്മാരെല്ലാം ഒരു നാട്ടിൽ നിന്ന് ജനിച്ച് ഓരോരോ തട്ടിപ്പ് കഞ്ഞില്ലേ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.